നീ എൻ്റെ പാതി. രചന നീലാംബരി. പ്ലീസ് ആകാശേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സത്യമായിട്ട് ഞാൻ അമ്മ ഒന്നും ചെയ്തിട്ടില്ല. ഞാനല്ല അത് ചെയ്തത്. എന്നെ ഒന്ന് വിശ്വസിക്ക്. എനിക്കങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പൊട്ടിക്കരഞ്ഞ് ആകാശിൻ്റെ ഷട്ടിൽ പിടിച്ചൊലിച്ചുകൊണ്ടാണ് അഭിരാമി പറയുന്നത്. അവളുടെ ചുവപ്പ് രാശി പടർന്ന കവളിണകളും ചെറുതായി വിറയ്ക്കുന്ന മൂക്കിൻ തുമ്പും കാണിക്കെ ആകാശ് തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് ബലമായി തന്നെ അവളുടെ കൈകളെ ഷട്ടിൽ നിന്ന് അടർത്തി മാറ്റി. സ്റ്റോപ്പ് ഇറ്റ് അഭിരാമി. അലറിക്കൊണ്ട് ആകാശ് അത് പറയുമ്പോൾ ഉയർന്നു കേട്ട അവൻ്റെ ശബ്ദത്തിൽ ഭയന്ന് അറിയാതെ ഒരടി പിന്നിലേക്ക് മാറിപ്പോയിരുന്നവൾ. അഭിരാമി. ആദ്യമായി അവൻ്റെ വായിൽ നിന്ന് ആമിക്ക് പകരം അഭിരാമി എന്ന് കേട്ടതിൻ്റെ ഞെട്ടലും ഇന്ന് വരെ കാണാത്ത വിധമുള്ള അവൻ്റെ ദേഷ്യവും കാണിക്കെ അവൾ വല്ലാണ്ട് പരിഭ്രമിച്ചു പോയി. ആകാശേട്ടാ, ഞാനൊന്ന്. അഭിരാമി പറഞ്ഞു തുടങ്ങിയ നിമിഷം തന്നെ ആകാശ് കൈയുയർത്തി അവളെ തടഞ്ഞു. എൻ്റെ മമ്മയെ കൊല്ലാൻ നോക്കിയ നീ പറയുന്നത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? പറ. സത്യമായിട്ടും ജ്യൂസിൽ എങ്ങനെയാ വിഷം കലർന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കിച്ചണിൽ വെച്ചപ്പോൾ അച്ഛൻ എന്നെ വന്ന് വിളിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. തിരികെ വന്നിട്ട് അവിടെ ഇരുന്ന് ജ്യൂസ് എടുത്തുകൊണ്ട് മമ്മിക്ക് കൊടുത്തു. ഇതാണ് സത്യം. കരഞ്ഞുകൊണ്ടത് പറയുമ്പോൾ പലവട്ടം അമ്മയുടെ ശബ്ദം ഇടറി. ഈ സമയം ശ്രീലകം വീട്ടിലെ എല്ലാവരും ആകാശിൻ്റെ അമ്മ ശ്രീഭദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഐസുവിൻ്റെ മുമ്പിലിരിക്കുകയാണ്. ശ്രീലകം വീട്ടിലെ ആകാശ് മേനോൻ്റെ ഭാര്യയാണ് അഭിരാമി. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം കൂടി കഴിയുമ്പോൾ 2 വർഷം തികയും. ശ്രീലകത്തിലെ ബാലേന്ദ്രനും സാവിത്രിക്കും 2 മക്കളാണ്, കാർത്തികേയനും മാധവനും. മൂത്ത മകൻ കാർത്തികേയൻ, ഭാര്യ ശ്രീഭദ്ര. കാർത്തികേയൻ്റെ 2ാം വിവാഹം ആയിരുന്നു ശ്രീഭദ്രയുമായിട്ട്. കാരണം ആകാശിനെ പ്രസവിച്ച ഉടൻ തന്നെ അമിത രക്തസ്രാവം മൂലം അയാളുടെ ആദ്യ ഭാര്യ അംബിക മരണപ്പെട്ടു. പിന്നീട് ആകാശിന് ഒരമ്മയുടെ സ്നേഹവും കരുതലും ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള എല്ലാവരുടെയും നിർബന്ധം മൂലമാണ് കാർത്തികേയൻ ശ്രീഭദ്രയെ വിവാഹം ചെയ്തത്. ആ വിവാഹത്തിൽ ഇരുവർക്കും മക്കളൊന്നുമില്ല. 2ാമത്തെ മകൻ മാധവനും ഭാര്യ സുമിത്രയ്ക്കും 2 മക്കളാണ്, ശ്രീദേവും ശ്രീകുട്ടിയും. ശ്രീദേവാണ് ബിസിനസ്സിൽ ആകാശിൻ്റെ വലങ്കൈ. അവർ 2 പേരും സമപ്രായക്കാരാണ്. അതുമാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട്സും കൂടിയാണ്. ശ്രീകുട്ടി ഡിഗ്രി ഫൈനൽ ഇയറാണ്. അവരെ കൂടാതെ ഗാർഡനിലും കിച്ചണിലുമായി 5 ജോലിക്കാരും ആ വീട്ടിലുണ്ട്. എല്ലാവരും ഹാളിൽ നിരന്നു നിൽക്കുന്നുണ്ട്. അഭിരാമിയെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും സംശയദൃഷ്ടിയോടെ ആകാശിൻ്റെ കണ്ണുകൾ ഓരോ മുഖങ്ങളിലൂടെയും ഓടി നടന്നു. നിരന്നു നിൽക്കുന്ന ജോലിക്കാർക്ക് മുൻപിൽ കൈ കെട്ടി അവൻ നിന്നു. ആഷ് കളർ പാൻറ്റും മെറൂൺ ഷർട്ടുമാണ് അവൻ്റെ വേഷം. ആഷ് കളർ കോട്ട് അലസമായി തോളിൽ കൂടി ഇട്ടിട്ടുണ്ട്. കട്ടിയുള്ള ചെമ്പൻ മുടിയിഴകൾ നന്നേ വെളുത്ത അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. ഡ്രിം ചെയ്ത കുറ്റിത്താടിയിലും മുടിയിലും കൈകൊണ്ട് തടവിയാണവൻ നിൽക്കുന്നത്. ആകാശിൻ്റെ അമ്മ ശ്രീഭദ്ര ജ്യൂസിൽ വിഷം കലർന്ന് ഹോസ്പിറ്റലിലായി വിവരമറിഞ്ഞ് നേരെ ആശുപത്രിയിലേക്ക് പോയി. അവിടെ നിന്നും വരും വഴിയാണ് ആകാശ് ശ്രീഭദ്ര അപകടനില തരണം ചെയ്തുവെന്ന് ഡോക്ടറോട് സംസാരിച്ചു. അപ്പോഴാണ് വിഷം എങ്ങനെ ഉള്ളിൽ ചെന്നെന്ന് സത്യം പുറത്തു വന്നത്. ഉള്ളിൽ വിഷം ചെല്ലുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആകാശിൻ്റെ ഭാര്യ അഭിരാമി നൽകിയ ഓറഞ്ച് ജ്യൂസ് മാത്രമാണ് അവർ കുടിച്ചതെന്നാണ് ശ്രീഭദ്ര ആശുപത്രി പറഞ്ഞത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ അഭിരാമിയെ ചോദ്യം ചെയ്യുകയാണ്. കരഞ്ഞ് തളർന്ന് പാതി ബോധത്തിൽ കിടക്കുന്ന അമ്മയുടെ മുഖം ഓർമ്മയിൽ നിൽക്കുന്നത് കൊണ്ട് ആകാശിൻ്റെ മുഖം കടുത്തിരുന്നു. അമ്മയെ ജീവനാണ് ആകാശിന്. എന്നാൽ അമ്മയോളം തന്നെ അവന് പ്രിയപ്പെട്ടതാണ് അഭിരാമിയും. അഭിരാമി നൽകിയ ജ്യൂസിൽ നിന്നാണ് വിഷാംശം അവരുടെ ഉള്ളിൽ ചെന്ന് അവൻ്റെ മമ്മ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അഭിരാമിയാണ് ചെയ്തതെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുവാണ് അവൻ്റെ മനസ്സ്. ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് ആകാശ് കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അഭിരാമിയെ. ബിസിനസ്സും അതിനോടനുബന്ധമായ കാര്യങ്ങളുമൊക്കെയായി ഒരു മോഡേൺ ജീവിതം നയിക്കുന്ന ആളാണ് ആകാശ്. എങ്കിലും അവൻ്റെ ഇഷ്ടങ്ങൾ എപ്പോഴും പഴമയോടടുത്ത് നിന്നിരുന്നു. അതിൻ്റെ പ്രധാന കാരണം അവൻ്റെ മുത്തശ്ശി സാവിത്രിയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്നത് അവരുടെ തറവാട്ടിലാണ്.
ആകാശം കുടുംബവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് തറവാട് വീട്ടിലേക്ക്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ കുടുംബക്കാരെല്ലാവരും അവിടെ ഒത്തുകൂടുന്നത് പതിവാണ്. അവിടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടന്നൊരു പൂജയ്ക്ക് പോയ സമയത്ത് കസിൻസ് എല്ലാവരും ചേർന്ന് അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമുണ്ടെന്ന് പറഞ്ഞു. അവിടേക്ക് പോയപ്പോൾ ആകാശം ഒപ്പം പോയി. അന്ന് ആ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണ് അഭിരാമി. അന്നാണ് ആകാശ് ആദ്യമായി അഭിരാമിയെ കാണുന്നതും അവൻ അവളോട് എന്തെന്നില്ലാത്ത ഒരുതരം അട്രാക്ഷൻ തോന്നുന്നതും. പിന്നീട് അവൻ പലവഴി അവളെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞു. അവൾ പോകുന്ന വഴികളിലെല്ലാം അവൾ അറിയാതെ അവളെ പിന്തുടർന്നു. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സാധാ കർഷക കുടുംബമാണ് അഭിരാമിയുടേത്. പക്ഷേ കുടുംബ മഹിമയോ പണമോ ഒന്നും ആകാശിനൊരു പ്രശ്നമല്ല. പിന്നീടൊരിക്കൽ വീട്ടിൽ ശ്രീഭദ്രയോടും അവൻ്റെ അച്ഛൻ കാർത്തികേയനോടും ആകാശ് ഇതേപ്പറ്റി സംസാരിച്ചു. കാർത്തികേയൻ ആകാശിൻ്റെ ഇഷ്ടം നടക്കണം എന്നായിരുന്നു ആഗ്രഹമെങ്കിലും ശ്രീഭദ്രയുടെ മനസ്സിലെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. അവരുടെ ഒരേ ഒരു ആങ്ങള നിരഞ്ജൻ്റെ മകൾ ശ്രീപാർവതിയെ കൊണ്ട് ആകാശിനെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ ശ്രീപാർവതിയെ ഒരിക്കലും ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ ആകാശിന് കഴിയുമായിരുന്നില്ല. അതേപ്പറ്റി അവൻ ഒരുപാട് പ്രാവശ്യം ശ്രീഭദ്രയോട് പറയുകയും ചെയ്തു. പക്ഷേ എല്ലാ കാര്യത്തിലും ആകാശിനെ സപ്പോർട്ട് ചെയ്ത ശ്രീഭദ്ര ഈ ഒരു കാര്യത്തിൽ മാത്രം അവൻ്റെ താല്പര്യത്തിന് വഴങ്ങില്ല എന്ന അവസ്ഥയായി. പിന്നീട് ഒരുപാട് നാളത്തെ ആകാശിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് അഭിരാമിയുമായുള്ള ആകാശിൻ്റെ വിവാഹത്തിന് ശ്രീഭദ്ര സമ്മതം മൂളിയത്. വിവാഹത്തിന് ശേഷമുള്ള ആകാശിൻ്റെ വീട്ടിലെ ആമയുടെ ജീവിതം അത്ര സുഖമുള്ളതായിരുന്നില്ല. എല്ലാ ദിവസവും ഒന്നു രണ്ടും പറഞ്ഞ് അഭിരാമിയെ കുറ്റപ്പെടുത്തുന്നത് ശ്രീഭദ്രയുടെ ഒരു വിനോദമായി മാറി. കർഷകനായ അവളുടെ അച്ഛനെക്കുറിച്ചും വീട്ടമ്മയായ അവളുടെ അമ്മയെക്കുറിച്ചും ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ അനാവശ്യമായി പറയുന്നത് ശ്രീഭദ്രയ്ക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. ആദ്യമാദ്യം ഇതൊക്കെ കേട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന അഭിരാമി പിന്നീട് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അവർ പറയുന്ന തോതിൽ തന്നെ അവൾ തിരിച്ചു മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ കുറച്ചുനാൾ ശ്രീഭദ്ര അടങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴും അഭിരാമി ആകാശിനോട് അവൻ്റെ വീട്ടിൽ അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം അവൻ എപ്പോഴും മീറ്റിങ്ങുകളിലും ബിസിനസ് ട്രിപ്പിലുമായിരുന്നു. എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പരാതികളും പ്രശ്നങ്ങളും പറഞ്ഞ് അവനെ കൂടുതൽ വിഷമത്തിലാക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ശ്രീഭദ്രയുടെ ഭാഗത്തു നിന്നും അഭിരാമിക്ക് നേരെയുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അവന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 6 മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പിന്നീട് ശ്രീഭദ്രയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായപ്പോഴാണ് അഭിരാമി ഇതേക്കുറിച്ച് ആകാശിനോട് സംസാരിച്ചത്. അവൻ അവളെ ആശ്വസിപ്പിച്ചു. അതോടൊപ്പം മമ്മയുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നും തൽക്കാലം കുറച്ചൊക്കെ കണ്ടില്ലെന്ന് നടിക്കണമെന്നും അവൻ പറഞ്ഞു. പക്ഷെ ശ്രീഭദ്ര പലപ്പോഴായി അഭിരാമിയെ ദേഹോദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങി. അതറിഞ്ഞതോടുകൂടി ആകാശ് അതേക്കുറിച്ച് ശ്രീഭദ്രയോട് സംസാരിച്ചു. പിന്നീട് അത് വീട്ടിൽ വലിയ പ്രശ്നത്തിന് വഴിവെക്കുകയും ചെയ്തു. അതോടെ ശ്രീഭദ്രയൊന്നടങ്ങി. പിന്നീടങ്ങോട്ട് ആകാശിൻ്റെ മുമ്പിൽ വെച്ച് അവർക്ക് അഭിരാമിയോട് ഭയങ്കര സ്നേഹവും, എന്നാൽ ആകാശില്ലാത്തപ്പോൾ പഴയ പടിയുമായി. വീണ്ടും പരാതിയുമായി ആകാശിൻ്റെ അടുക്കിലേക്ക് ചെന്ന അഭിരാമിയോട് ആകാശു എന്തെന്നില്ലാതെ ദേഷ്യപ്പെട്ടു. കാരണം അവൻ കാണുന്നുണ്ടല്ലോ അവൻ്റെ മമ്മയ്ക്ക് അഭിരാമിയോടുള്ള സ്നേഹം. പക്ഷേ ആ നേരം കൊണ്ട് അഭിരാമിക്ക് ശ്രീഭദ്ര ആശുപത്രിയിലായതിൽ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം വയ്യാതായി കൊഴിഞ്ഞു വീണ സമയത്ത് ശ്രീഭദ്ര അവളെ നോക്കി ഒരു ചിരി ചിരിച്ചിരുന്നു. അത് മറ്റാരും കണ്ടില്ലെങ്കിലും അഭിരാമി കൃത്യമായി കണ്ടിരുന്നു. പക്ഷേ അതവരുടെ അഭിനയമാണെന്ന് ആകാശിനോട് പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല മാത്രം. സത്യം പറയണം, ആരാണ് മമ്മയുടെ ജ്യൂസിൽ വിഷം ചേർത്തത്? അയ്യോ സാറേ, ഞാനല്ല, അവർ 5 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ആകാശ് പിന്നെ നോക്കിയത് അഭിരാമിയുടെ മുഖത്തേക്കാണ്. ആകാശിൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ മിഴികൾ ഇറുക്കിയടച്ച മിഴികൾക്കിടയിലൂടെ 2 തുള്ളി കണ്ണുനീരടർന്ന് അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. ഇനി എന്താണ് അഭിരാമി നിനക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും എന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് ആകാശേട്ടനാണ്. സത്യത്തിൽ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഏട്ടനെ വിശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം.
ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തെ മമ്മിയെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള മമ്മിയോട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല. അഭിരാമിയുടെ വാക്കുകൾ കേൾക്ക് ആകാശിൻ്റെ കണ്ണ് കലങ്ങി. തൊണ്ടക്കുഴി വരെ ഒരു ഗദ്ഗതം വന്ന് എത്തി നിന്നു. പെട്ടെന്നായിരുന്നു അവൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തത്. അതിൽ ഡോക്ടർ സൂസൻ എന്ന് സേവ് ചെയ്ത പേര് തെളിഞ്ഞു വന്നു. എങ്ങനെയുണ്ട് ആൻറ്റി മമ്മിക്കിപ്പോൾ? ഷീസ് ഓക്കെ നൗ. ആകാശ്, ഞാൻ പറഞ്ഞില്ലേ, ഡോസ് കുറഞ്ഞൊരു പോയിസൻ്റെ അംശമാണ് ബദ്രിയുടെ ഉള്ളിൽ ചെന്നത്. ആകാശ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകട്ടെ. മറ്റു പല സാഹചര്യങ്ങളിലും ഞങ്ങൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സിനോട് ചോദിക്കാറില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ശ്രീമതി എൻ്റെ ഉറ്റ കൂട്ടുകാരിയാണ്. അതുമാത്രമല്ല, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവളുടെ മകൻ്റെ ഭാര്യ കൂടിയാണ്. ആകാശ്, ഞങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡാണ്. ആൻറ്റി, ഞാനൊരു ഹാഫ് ആൻ അവറിൽ ഹോസ്പിറ്റലിലെത്താം. അതിനു മുമ്പ് ദയവേത് നിങ്ങൾ ഇത് പോലീസിൽ അറിയിക്കരുത്. ഓക്കെ ആകാശ്. ശ്രീഭദ്രയുടെ ഉറ്റ സുഹൃത്താണ് ഡോക്ടർ സൂസൻ. നഗരത്തിലെ തന്നെ പ്രശസ്തമായ ഹോസ്പിറ്റലിൻ്റെ ഉടമകളാണ് സൂസനും ഭർത്താവ് ജോൺ മാത്യു. ആകാശിൻ്റെ മുഖം വലിഞ്ഞു. അഭിരാമിയുടെ കൈത്തുടയിൽ പിടിച്ചുകൊണ്ടവൻ അവളെ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കോർണറിലേക്ക് മാറ്റി നിർത്തി. എന്നോടെങ്കിലും സത്യം പറയും അഭിരാമി, നീ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആകാശേട്ട, ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ആരെ പിടിച്ചാ പറയേണ്ടത്? എൻ്റെ പെറ്റമ്മയാണ് സത്യം. ഞാനല്ല അത് ചെയ്തത്. ഞാൻ തീർത്ത് പറയുവാണ്. അതുമാത്രമല്ല ആകാശേട്ട, എനിക്കൊരു ചെറിയ സംശയം കൂടിയുണ്ട്. അമ്മ ജ്യൂസ് കുടിച്ച ശേഷം അവശയായി നിലത്തേക്ക് വീണ സമയം അച്ഛൻ ആംബുലൻസ് വിളിക്കാൻ പോയപ്പോൾ അമ്മയുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ആ സമയം അമ്മ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ കണ്ടത് ആകാശേട്ട, ഇതിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ ആകാശിൻ്റെ കൈകൾ അഭിരാമിയുടെ കവളത്ത് പതിഞ്ഞു. ഇപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി. എൻ്റെ മമ്മി എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളത്. ഇപ്പോഴെൻ്റെ സംശയം നിന്നെയാണ്, നിന്നെ മാത്രം. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഈ കുറ്റങ്ങളെല്ലാം എൻ്റെ മമ്മിയുടെ മേൽ പഴിചാരാൻ നീ ശ്രമിക്കില്ലായിരുന്നു. നിനക്ക് എൻ്റെ മമ്മിയോട് ദേഷ്യമുണ്ടെന്ന് പല ആവർത്തി മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ മമ്മി പറഞ്ഞത് ചെവിക്കൊണ്ടില്ല. മമ്മി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിടി. അത് പറയുമ്പോൾ ആകാശിൻ്റെ ശബ്ദം വിറച്ചു. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചത് അഭിരാമി, എത്രമാത്രം ഞാൻ നിന്നെ വിശ്വസിച്ചു. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ മമ്മിയോട് പോലും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് തവണ. അപ്പോഴെല്ലാം അമ്മ പറയും, നിന്നെ വിശ്വസിക്കരുത്, നീ ചതിക്കുമെന്ന്. അന്നൊക്കെ നിനക്ക് വേണ്ടി ഒരുപാട് തവണ ഞാൻ വാദിച്ചിട്ടുണ്ട് എൻ്റെ മമ്മിയോട്. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നുവെന്ന് നീ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. താങ്ക്സ് എല്ലാത്തിനും. അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ പിടിച്ച് അവൾ നിർത്തി. അവളുടെ കവളിൽ തെളിഞ്ഞു കണ്ട ചുവന്ന വിരൽപ്പാടിലേക്ക് അവൻ്റെ നോട്ടം പോയെങ്കിലും ധൃതിയിൽ അവൻ മുഖം വെട്ടിച്ചു. എങ്കിൽ ഒരു കാര്യം കൂടി കേട്ടോ, എന്നെങ്കിലും ഒരിക്കൽ സത്യം പറഞ്ഞേക്ക് പുറത്തു വരും. ഇന്ന് കരഞ്ഞതിൻ്റെ ഇരട്ടിയായി ആകാശ് മേനോൻ അന്ന് കരയും. ഇനി എന്തെങ്കിലും ഒരിക്കൽ ഇപ്പോൾ നടന്ന ഈ ഡ്രാമയുടെ സത്യങ്ങളെല്ലാം ആകാശേട്ടൻ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഞാൻ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരൂ. ഇത് അഭിരാമിയുടെ വാക്കാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവുമാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നില്ല നല്ലത്. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ഈ ജീവിതം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതാണ്. ആ വാക്കുകൾ അവനോട് പറയുമ്പോൾ അവളുടെ കണ്ടുവിടറി, കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ആകാശ് അവളിൽ നിന്ന് നടന്നകന്നു കഴിഞ്ഞിട്ടും കുറച്ചു നേരം കൂടി ആ ഓർമ്മകളിൽ അങ്ങനെ നിന്നു. വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ 2 വർഷമാകാൻ പോകുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് ഇന്നോളം ആകാശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രവൃത്തി മൂലം അവളുടെ കണ്ണ് നനഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ നശിച്ച ദിവസം ഓർക്കെ അവളുടെ കണ്ണുകൾ വീണ്ടും നീറിപ്പോഞ്ഞു.
ആകാശിൻ്റെ മമ്മിയോട് ഇന്നോളം തോന്നാത്ത തരത്തിലൊരു ദേഷ്യം അവളിൽ ഉടലെടുത്തു. ആകാശിൻ്റെ കൈകൾ പതിഞ്ഞ കവിൾത്തടം അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളേറെ അവളുടെ മനസ്സ് വേദനിച്ച് ആരൊക്കെയോ ചേർന്ന് ഇത്രയും വലിയൊരു മുറിവ് സൃഷ്ടിച്ചു. അതിൽ നിന്നും രക്തം ഇങ്ങനെ പരന്നൊഴുകി. നിന്ന് നിൽപ്പിൽ തന്നെ അവൾ ആ വീട്ടിൽ നിന്നിറങ്ങി. ആരോടും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് ജോലിക്കാരിൽ ഒരാൾ ഓടി വന്ന് അവളുടെ കൈ പിടിച്ചു. അത് മറ്റാരും ആയിരുന്നില്ല, ഗംഗയായിരുന്നു. ആ വീട്ടിലെ അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന സ്റ്റാഫാണ് ഗംഗ. ഒരു തരത്തിൽ പറഞ്ഞാൽ ആകാശിനേക്കാൾ ഏറെ ആ വീട്ടിൽ അഭിരാമിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഗംഗയ്ക്കാണ്. ആകാശിൻ്റെ അമ്മയ്ക്ക് അഭിരാമിയോടുള്ള ദേഷ്യവും പിണക്കവും അതിൻ്റെ വ്യാപ്തിയും ഏറ്റവും കൂടുതൽ അറിയാവുന്നയാൾ ഒരു പക്ഷേ ഗംഗയായിരിക്കും. പലപ്പോഴും ആകാശിൻ്റെ അമ്മയുടെ കുത്തുവാക്കുകളിൽ തകർന്നു നിൽക്കുന്ന അഭിരാമിയെ ആശ്വസിപ്പിക്കുന്നത് പോലും ഗംഗയാണ്. ചേച്ചി പോകരുത്, ചേച്ചി പോയാൽ ഇവിടെ തോറ്റുപോകുന്നത് സാറാണ്. എനിക്ക് ഉറപ്പുണ്ട് ചേച്ചി, ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. പക്ഷേ അത് സാറിൻ്റെ മുമ്പിൽ പറയാൻ മാത്രം എനിക്ക് ധൈര്യമില്ല. അറിയാലോ, ഈ ജോലി കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നത്. ഞാനായിട്ട് എന്തേലും പറഞ്ഞ് ഈ ജോലി എനിക്ക് നഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സമയം സാറിനോടൊന്നും പറയാതിരുന്നതും. അഭിരാമി ഗംഗയുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാവും, പക്ഷെ കേവലം നീ പറഞ്ഞതുകൊണ്ട് മാത്രം ആകാശേട്ടൻ എന്നെ വിശ്വസിക്കണമെന്നില്ല. അദ്ദേഹത്തിന് ആവശ്യം തെളിവുകളാണ്. എൻ്റെ പക്കലില്ലാത്തതും അതാണ്. സാരില്ല, എന്നെങ്കിലും ഒരിക്കൽ സത്യം പുറത്തു വരുമല്ലോ. അതുവരെ ഞാൻ ഈ വീട്ടിലില്ലാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം ആത്മാഭിമാനം പണയം വെച്ച് എല്ലാവരുടെയും മുമ്പിലൊരു കള്ളിയെപ്പോലെ തലകുനിച്ച് ഞാൻ ജീവിക്കേണ്ടി വരും. എനിക്കതിന് കഴിയില്ല. ഗംഗയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അഭിരാമി ആ വീടിൻ്റെ പടികളിറങ്ങി. ആകാശ് കിട്ടിയ താലിയല്ലാതെ അവൻ്റേതായ മറ്റൊന്നും ആ സമയം അവളിൽ അവശേഷിച്ചില്ല. ഒരു വെയിലത്തുകൂടി മുന്നോട്ട് നടക്കവേ ഗംഗയോട് ചോദിച്ചു മേടിച്ച 50 രൂപയുടെ നോട്ട് അവളുടെ ഉള്ളംകൈയിൽ ഭദ്രമായിരുന്നു. അവളുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു. കോടീശ്വരനായ ആകാശ് മേനോൻ്റെ ഭാര്യ കയ്യിൽ സ്വന്തമായി ഒരു 50 രൂപ പോലും എടുക്കാനില്ലാതെ ആ വീടിൻ്റെ പടികളിറങ്ങിയത് ഓർക്കവേ അവളുടെ കരച്ചിൽ വന്നു. അന്ന് ആദ്യമായി സ്വന്തമായി ഒരു ജോലി ഇല്ലാത്തതിനെക്കുറിച്ച് ഓർക്കവേ അവളുടെ കണ്ണു നിറഞ്ഞു. വിവാഹത്തിന് ശേഷം പല പ്രാവശ്യം ആകാശിനോട് ചോദിച്ചിട്ടുണ്ട് ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച്. പക്ഷെ അപ്പോഴൊന്നും ആകാശ് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. മമ്മ അതിനൊക്കെ തടസ്സം നിന്നു. എന്നിട്ടും ഒരിക്കൽ ആകാശ് സ്ട്രിക്റ്റായിട്ട് അമ്മയോട് പറഞ്ഞതാണ്, ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടരുത്, ഇത് അഭിരാമിയുടെ തീർത്തും പേഴ്സണലായ കാര്യങ്ങളാണെന്ന്. പക്ഷേ പിന്നീട് ആകാശ് ഓഫീസിലേക്ക് പോയപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രീമതിയുടെ കുറ്റപ്പെടുത്തൽ സഹിക്ക വയ്യാതെയാണ് താൻ കാരണം ഇനിയും ഒരു പ്രശ്നം ആ വീട്ടിൽ ഉണ്ടാകരുതെന്ന് കരുതി ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് അഭിരാമി എത്തിച്ചേർന്നത്. പക്ഷേ ഇപ്പോൾ അഭി തിരിച്ചറിയുന്നുണ്ട് തനിക്ക് പിഴവ് സംഭവിച്ചത് എവിടെ നിന്നൊക്കെ ആയിരുന്നുവെന്ന്. സ്വന്തം ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും സഞ്ചരിക്കണമായിരുന്നുവെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി. ഏറെ ദൂരം നടന്ന ശേഷമാണ് അവൾ ബസ് സ്റ്റോപ്പിലെത്തിയത്. പിന്നെയും കുറേ കാത്തു നിന്നു, നിമിഷങ്ങളോളം ബസ്സിന് വേണ്ടി. ഒടുക്കം ബസ് വന്ന് അതിൽ കയറി വീടിനടുത്തുള്ള സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുത്തു. ബസ്സിൻ്റെ കമ്പിയിഴകളിൽ തലച്ചാരി പുറത്തേക്ക് നോക്കി അലസമായിരുന്നവൾ. ബസ്സും പുറത്തെ കാഴ്ചകളും മുന്നോട്ട് സഞ്ചരിച്ചെങ്കിലും അവളുടെ ഓർമ്മകൾ അത്രയും സഞ്ചരിച്ചത് പിന്നിലേക്കായിരുന്നു. ആകാശമൊത്തുള്ള നല്ല നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞതും അറിയാതെ വിങ്ങിപ്പൊട്ടിയവൾ. അടുത്തിരിക്കുന്നവർ തൻ്റെ തേങ്ങലിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാനായി സാരിത്തുമ്പ് കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് മിഴികൾ ഇറുക്കിയടച്ചിരുന്ന് കളഞ്ഞവൾ. അഭിരാമിയുടെ അച്ഛൻ വാസുദേവനും അമ്മ നിർമ്മലയ്ക്കും നല്ലൊരു മകൻ കൂടിയായിരുന്നു ആകാശ്. അഭിരാമിക്കൊരു ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു, അഭിജിത്ത്. പക്ഷേ 4 വർഷം മുമ്പ് നടന്നൊരു ആക്സിഡൻറ്റിൽ അഭിജിത്ത് മരണപ്പെട്ടു. ആകാശിൻ്റെ അഭിരാമിയുടെയും വിവാഹശേഷം അഭിജിത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ആകാശ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി. അഭിരാമി ആകാശ് വിവാഹം കഴിക്കുന്ന സമയത്ത് ചോർന്നൊലിക്കുന്ന ഒരു വാടക വീട്ടിലായിരുന്നു അവർ അച്ഛനും അമ്മയും മകളും താമസിച്ചത്. അന്നതൊക്കെ ശ്രീഭദ്രയ്ക്ക് വലിയ പ്രശ്നമായിരുന്നു. പിന്നീട് ആകാശ് തന്നെയാണ് മറ്റൊരിടത്ത് സ്ഥലം വാങ്ങിയതും അവിടെ ഒരു 3 മുറി വീട് വെച്ചതും. അഭിരാമിയുടെ അച്ഛൻ ഒരുപാട് അസുഖങ്ങളുള്ള ആളായിരുന്നു. അതിനാൽ തന്നെ കൃഷിപ്പണി അദ്ദേഹത്തിന് തുടരാൻ കഴിയാത്തതിനാൽ ആകാശ് അദ്ദേഹത്തിന് വീടിനോട് ചേർന്ന് തന്നെ ഒരു പലചരക്ക് കട ഇട്ടുകൊടുത്തു.
അതിൽ നിന്നുള്ള വരുമാനത്തിലാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പിന്നെ വലിയ വലിയ ആവശ്യങ്ങൾ വരുമ്പോൾ ആകാശിനെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുകയാണ് പതിവ്. അവൾ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ സ്റ്റോപ്പ് എത്തിയിരുന്നു. സാധാരണ വീട്ടിലേക്ക് വരവും പോക്കുമൊക്കെ ആകാശിനോടൊപ്പമായിരിക്കും. ആകാശ സ്ഥലത്തില്ലാതിരിക്കുന്ന സമയങ്ങളിൽ ഡ്രൈവറായിരിക്കും അവളെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. പക്ഷേ ഇന്ന് പതിവിന് വിപരീതമായി ബസ് ഇറങ്ങി നടന്നു വരുന്ന മകളെ കാണുക നിർമ്മല സംശയത്തോടെ അവളെ നോക്കി. സാധാരണ വീട്ടിലേക്ക് വരുന്ന സമയങ്ങളിൽ അവൾ വരും മുമ്പേ വിളിച്ചു പറയാറുള്ളതുമാണ്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ഫോൺ കോൾ അവരെ തേടി എത്തിയില്ല. സമയം ഉച്ചയോടെ അടുത്തതിനാൽ ആ സമയത്ത് വാസുദേവൻ ഭക്ഷണം കഴിഞ്ഞ് ചെറിയ മയക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ കടയിലപ്പോൾ നിർമ്മലയായിരുന്നു ഇരുന്നത്. മോൾ എന്താ തനിച്ച്? ആകാശമും വന്നില്ലേ? ഇല്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നീ കരഞ്ഞോ? ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുവാണോ? അല്ല, നിന്നെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ. ബാക്കി പറയാനായി നിർമ്മല തുടങ്ങിയ അഭിരാമി സംസാരിച്ച് തുടങ്ങി. അതെന്താ ആകാശേട്ടനില്ലാതെ ഇവിടെ എനിക്ക് വരാൻ പാടില്ലേ? ഇതെൻ്റെയും കൂടെ വീടല്ലേ? പെട്ടെന്നുള്ള അവളുടെ സംസാരത്തിൽ നിർമ്മലയും വല്ലാതായി. ഞാൻ അങ്ങനെ അർത്ഥത്തിൽ പറഞ്ഞതല്ല മോളെ. നീ ഒറ്റയ്ക്ക് ബസ്സിൽ വരുന്ന കണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, മോൾ ആഹാരം കഴിച്ചിരുന്നോ? പെട്ടെന്ന് തന്നെ മറുപടിയൊന്നും പറയാതെ അഭിരാമി നിർമ്മലയെ ഇറുക്കിപ്പുണർന്നു. എന്നിട്ട് അവരുടെ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അവളെ സാവധാനം അവരടർത്തി മാറ്റിയപ്പോഴാണ് കാണുന്നത് അവളുടെ മുഖത്തെ ചുവന്ന വിരൽപ്പാട്. ആരാ മോളെ നിന്നെ തല്ലിയത്? കരയാതെ കാര്യം പറ മോളെ. അമ്മ, അത് ആകാശേട്ടനാ. വിശ്വാസം വരാത്ത പോലെ നിർമ്മല അഭിരാമിയെ നോക്കി. അടിക്കാനും മാത്രം എന്താണ് അവിടെ ഉണ്ടായത്? ഇനിയെങ്കിലും നീ എന്നോട് സത്യം തുറന്നു പറയാം. വലിയൊരു പൊട്ടിക്കരച്ചിലോടെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അഭിരാമി നിർമ്മലയോട് പങ്കുവച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അവിശ്വസനീയതയോടെ അവരവളെ നോക്കി. ശ്രീഭദ്ര, നമ്മളോട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്താലും നീ ഒരിക്കലും അവരോടങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആരായിരിക്കും അത് ചെയ്തത്? എനിക്കറിയില്ലമ്മ. ആരാണ് ജ്യൂസിൽ വിഷം കലർത്തിയതെന്ന് അറിയില്ല. എങ്കിലും ആകാശമോൻ ഇത് എന്ത് പണിയാ കാണിച്ചേ? ശ്രീഭദ്രയ്ക്ക് നിന്നോടുള്ള മനോഭാവം അതെന്താണെന്ന് കറക്റ്റായി അറിയാമല്ലോ അവന്. അവർ പറയുന്നത് മാത്രം കേട്ട് നിന്നോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സാരില്ല, മോൾ ആഹാരം കഴിക്കുക. അച്ഛൻ ഉണർന്ന ശേഷം നമുക്ക് ആകാശിനെ ഒന്നുകൂടെ വിളിക്കാം. വേണ്ടമ്മേ, ഇനി ആരെന്തു പറഞ്ഞാലും ഏട്ടൻ വിശ്വസിക്കില്ല. അതേസമയം ആശുപത്രിയിൽ ഐസിയുവിൻ്റെ മുമ്പിൽ നിൽക്കുവാണ് ആകാശ്. ഏറെ നേരത്തിന് ശേഷം ഡോക്ടർ സൂസൻ ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു.